രാവണവധത്തിനുശേഷം ലങ്കയിൽ നിന്ന് അയോധ്യ വരെയുള്ള ശ്രീരാമന്റെ മടക്കയാത്ര വികാരനിർഭരമായ അനേകം സംഭവങ്ങളാൽ സമ്പന്നമാണ്. പവിത്രത തെളിയിച്ച അഗ്നിപരീക്ഷ മുതൽ വാനരന്മാർക്ക് ജീവൻ നൽകിയ ഇന്ദ്രവരവും പുഷ്പക വിമാനത്തിലെ ഐതിഹാസിക യാത്രയും അതിൽ ഉൾപ്പെടുന്നു. അധർമ്മത്തിനുമേൽ ധർമ്മം വിജയിച്ച ആ നിമിഷം മുതൽ അയോധ്യയിലെ രാമപട്ടാഭിഷേകം വരെയുള്ള പുണ്യകഥയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വാൽമീകി രാമായണത്തിലെ യുദ്ധകാണ്ഡം വിവരിക്കുന്ന ആ വിസ്മയകരമായ മാറ്റങ്ങൾ നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. യുദ്ധം അവസാനിച്ചപ്പോൾ ലങ്കയുടെ ആകാശം ശാന്തമായി. സ്വന്തം ജ്യേഷ്ഠന്റെ ചേതനയറ്റ ശരീരം കണ്ട വിഭീഷണൻ വലിയ ദുഃഖത്തിലായി. അധർമ്മിയായിരുന്നെങ്കിലും രാവണൻ ഒരു വീരയോദ്ധാവും വേദപണ്ഡിതനുമായിരുന്നു എന്ന സത്യം രാമൻ വിഭീഷണനെ ഓർമ്മിപ്പിച്ചു. മരണത്തോടെ പക അവസാനിക്കണമെന്നും രാവണന് അർഹമായ സകല രാജകീയ ബഹുമതികളോടെയും അന്ത്യകർമ്മങ്ങൾ ചെയ്യണമെന്നും രാമൻ നിർദ്ദേശിച്ചു. ശത്രുവിനോട് പോലും കാണിക്കേണ്ട മര്യാദ രാമൻ അവിടെ ലോകത്തിന് കാണിച്ചുകൊടുത്തു. ഇതിനുശേഷം ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ സമുദ്രതീർത്ഥം കൊണ്ട് വിഭീഷണനെ ലങ്കയുടെ പുതിയ രാജാവായി അഭിഷേകം ചെയ്തു. ലങ്കയിൽ അധർമ്മത്തിന്റെ ഇരുൾ മാറി ധർമ്മത്തിന്റെ പ്രകാശം പരന്ന നിമിഷമായിരുന്നു അത്. യുദ്ധവിജയ വാർത്ത സീതാദേവിയെ അറിയിക്കാൻ രാമൻ തിരഞ്ഞെടുത്തത് ഹനുമാനെയായിരുന്നു. മാസങ്ങളോളം അശോകവനത്തിൽ കണ്ണീരോടെ കഴിഞ്ഞിരുന്ന ദേവിയുടെ മുന്നിൽ ഹനുമാൻ ഈ ശുഭവാർത്തയുമായി എത്തിയപ്പോൾ ദേവി സന്തോഷത്താൽ വിതുമ്പിപ്പോയി. ഈ സമയത്ത് തന്നെ തടവിലാക്കിയ രാക്ഷസസ്ത്രീകളോട് പ്രതികാരം ചെയ്യാനൊരുങ്ങിയ ഹനുമാനെ ദേവി വിലക്കി. സീതയുടെ ആ മഹത്തായ ക്ഷമ ഹനുമാനെ പോലും അത്ഭുതപ്പെടുത്തി. തുടർന്ന് വിഭീഷണന്റെ കൊട്ടാരത്തിൽ നിന്ന് വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് ഒരു പല്ലക്കിൽ സീതാരാമന്റെ സന്നിധിയിലേക്ക് യാത്രയായി. സീത രാമന്റെ മുന്നിലെത്തിയപ്പോൾ ഏവരും പ്രതീക്ഷിച്ച സന്തോഷത്തിനു പകരം വളരെ ഗൌരവമേറിയ സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. രാവണന്റെ തടവിൽ കഴിഞ്ഞ സീതയുടെ പവിത്രതയെ ലോകം സംശയിച്ചേക്കാം എന്ന് കരുതിയ രാമൻ ഒരു രാജാവെന്ന നിലയിൽ സീതയോട് കഠിനമായ വാക്കുകളാൽ സംസാരിച്ചു. ഇതിൽ മനം നൊന്ത ദേവി തന്റെ പരിശുദ്ധി തെളിയിക്കാൻ അഗ്നിയിൽ പ്രവേശിക്കാൻ തീരുമാനിക്കുകയും ലക്ഷ്മണനോട് ചിതയൊരുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആളിക്കെത്തുന്ന ചിതയിലേക്ക് സീത പ്രവേശിച്ചപ്പോൾ കണ്ടുനിന്നവർ ഭയന്നു വിറച്ചെങ്കിലും നിമിഷങ്ങൾക്കകം സാക്ഷാൽ അഗ്നിദേവൻ സീതയെ കൈകളിലേന്തി പുറത്തുവന്നു. സീത ലോകത്തിലെ ഏറ്റവും പവിത്രയായ സ്ത്രീയാണെന്നും അവളിൽ യാതൊരു കളങ്കവുമില്ലെന്നും അഗ്നിഭഗവാൻ സാക്ഷ്യപ്പെടുത്തി. ലോകത്തിനു മുന്നിൽ സീതയുടെ മാഹാത്മ്യം വെളിപ്പെടുത്താനാണ് താൻ ഇത്തരമൊരു അഗ്നിപരീക്ഷ നടത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് രാമൻ സീതയെ സ്വീകരിച്ചു. അഗ്നിപരീക്ഷയ്ക്ക് ശേഷം ആകാശം ദേവന്മാരാൽ നിറഞ്ഞു. ബ്രഹ്മാവ്, ശിവൻ, വരുണൻ തുടങ്ങിയ ദേവന്മാർ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട് രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് ഓർമ്മിപ്പിച്ചു. ആ സമയം സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ദിവ്യവിമാനത്തിൽ ദശരഥ മഹാരാജാവിന്റെ ആത്മാവ് അവിടെയെത്തി. വനവാസത്തിന് കാരണക്കാരനായ പിതാവിനെ കണ്ട രാമനും ലക്ഷ്മണനും അദ്ദേഹത്തെ വന്ദിച്ചു. മക്കളെയും മരുമകളെയും കണ്ട് ആ പാവം പിതാവ് അവരെ മനസാ സ്മരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. വനവാസകാലത്തെ എല്ലാ സങ്കടങ്ങളും ആ ഒരു ദർശനത്തോടെ മാഞ്ഞുപോയി. ഇന്ദ്രന്റെ വരമനുസരിച്ച് യുദ്ധത്തിൽ മരിച്ചുവീണ വാനരന്മാർക്കെല്ലാം പുനർജന്മം ലഭിച്ചു. വനവാസത്തിന്റെ അവസാന ദിവസം അടുത്തെത്തിയതിനാൽ ലങ്കയിൽ നിന്ന് അയോധ്യയിലേക്ക് വേഗത്തിലെത്താൻ വിഭീഷണൻ പുഷ്പക വിമാനമൊരുക്കി. രാമനും സീതയും ലക്ഷ്മണനും വിഭീഷണനും വാനരവീരന്മാരും ആ വിമാനത്തിൽ യാത്ര തിരിച്ചു. വിമാനത്തിലിരുന്ന് രാമൻ സീതയ്ക്ക് താഴെയുള്ള കാഴ്ചകൾ വിവരിച്ചുകൊടുത്തു. ലങ്കയിലെ യുദ്ധഭൂമി, സേതുബന്ധനം നടന്ന സമുദ്രം, വാനരന്മാരുടെ കിഷ്കിന്ധ, പമ്പാ നദി എന്നിവ അവർ ആകാശത്തുനിന്ന് വീക്ഷിച്ചു. വഴിമധ്യേ അവർ പ്രയാഗിലെ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലിറങ്ങി അദ്ദേഹത്തിന്റെ അനുഗ്രഹവും തേടി. രാമൻ മടങ്ങിവന്നില്ലെങ്കിൽ അഗ്നിപ്രവേശം ചെയ്യാൻ ഭരതൻ തീരുമാനിച്ചിരുന്നു. 14 വർഷം പൂർത്തിയാകുന്ന അന്ന് തന്നെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഭരതൻ ജീവൻ വെടിയുമെന്ന് രാമൻ ഭയപ്പെട്ടു. അതിനാൽ രാമന്റെ വരവറിയിക്കാൻ ഹനുമാൻ നന്ദിഗ്രാമിലേക്ക് പറന്നു. രാമൻ വരുന്നു എന്ന വാർത്ത കേട്ട അയോധ്യയിലെ ജനങ്ങൾ ആനന്ദനൃത്തം ചവിട്ടി. നന്ദിഗ്രാമിൽ വെച്ച് പാതകങ്ങൾ ശിരസിലേറ്റി കാത്തിരുന്ന ഭരതൻ രാമനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞ ആ നിമിഷം വാൽമീകി രാമായണത്തിലെ ഏറ്റവും വികാരനിർഭരമായ ഭാഗമാണ്. സഹോദരസ്നേഹത്തിന്റെ ഇതിഹാസം അവിടെ പൂർണ്ണമായി. അവസാനം ദീപങ്ങളാൽ അലങ്കൃതമായ അയോധ്യയിലേക്ക് രാമൻ പ്രവേശിച്ചു. വസിഷ്ഠ മഹർഷിയുടെ കാർമ്മികത്വത്തിൽ സരയൂ നദിയിലെ പുണ്യതീർത്ഥം കൊണ്ട് രാമനെ രാജാവായി വാഴിച്ചു. സീതയും രാമനും രത്നഖചിതമായ സിംഹാസനത്തിൽ ഇരുന്നു. എല്ലാവർക്കും അർഹമായ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു.
അതോടെ ഭൂമിയിൽ ദാരിദ്ര്യമോ രോഗങ്ങളോ ഇല്ലാത്ത രാമരാജ്യം ആരംഭിച്ചു. ധർമ്മം എല്ലാ അർത്ഥത്തിലും വിജയം വരിച്ച ആ സുദിനം ഇന്നും ലോകമോർക്കുന്നു. ലങ്കയിലെ ഈ മഹാവിജയം കേവലമൊരു യുദ്ധത്തിന്റെ കഥയല്ല. അത് പവിത്രതയുടെയും ക്ഷമയുടെയും സഹോദരസ്നേഹത്തിന്റെയും വലിയ പാഠങ്ങൾ ലോകത്തിന് നൽകിയ ഒരു ഇതിഹാസയാത്രയാണ്. എന്നാൽ നമ്മളിന്ന് ചർച്ച ചെയ്തത് വാൽമീകി രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ള ആഖ്യാനമാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ രാമായണത്തിന് പല പതിപ്പുകളുണ്ട്. തുളസീദാസിന്റെ രാമചരിതമാനസത്തിലും കമ്പരാമായണത്തിലും എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിലുമെല്ലാം ഈ സംഭവങ്ങൾ വ്യത്യസ്തമായ രീതിയിലാകാം വിവരിക്കപ്പെട്ടിരിക്കുന്നത്. എങ്കിലും അവയെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഒന്നുമാത്രം: അവസാന വിജയം ധർമ്മത്തിന്റേതായിരിക്കും. ഈ അറിവ് നിങ്ങൾക്ക് ഉപകരിച്ചുവെന്ന് കരുതുന്നു. ഇതിഹാസങ്ങളിലെ ഇത്തരം കൂടുതൽ അത്ഭുതകരമായ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.